ഹലോ, മലഹാർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരാഴ്ച മുന്നേയുള്ള അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്കുള്ള പ്രവേശന കവാടം. പണികളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും അയോധ്യയിലെ ഈ രാമജന്മഭൂമി ടെമ്പിൾ അതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടിയും അതിൻ്റെ പൂർണ്ണതയിലെത്താൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ രാമജന്മഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലേക്ക് ഇപ്പോഴേ ജനങ്ങൾ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ചാനലുകളും ഇപ്പോഴേ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവരവിടുത്തെ ജനങ്ങളുടെയും സന്യാസിവര്യന്മാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാഴ്ചയിലൂടെ കാണാവുന്നതാണ്. പകൽ സമയം 7 മണി മുതൽ 11:30 വരെയാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശനം. അതുപോലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും. അമ്പലത്തിലേക്കുള്ള നീണ്ട ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമുക്ക് മൊബൈൽ, അതുപോലെ ബാഗ്, ലഗേജ്, വാച്ച് ഇതുപോലുള്ള ഒരു സാധനവും നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് അമ്പലത്തിൻ്റെ തൊട്ട് പരിസരങ്ങളിലായി ഇത് സൂക്ഷിക്കാനുള്ള ഇടങ്ങളുണ്ട്, അവിടെ ഏൽപ്പിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ അതുപോലെ ക്യാമറ ഇതൊന്നും അമ്പലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അവിടുത്തെ നിർമ്മാണ ഘട്ടങ്ങളൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചില ചിത്രങ്ങൾ ഇതിനോടുകൂടി ചേർക്കുന്നു. ഇവിടെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഒരു പരിസരവാസി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ ഇവിടുത്തെ ഓരോ വീടും ഇപ്പോൾ ഓരോ അമ്പലങ്ങളായി മാറിക്കൊണ്ടിരിക്കുക എന്നാണ്. അത് തമാശയിലാണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നതും അങ്ങനെയാണ്. ഓരോ വീടുകളിലായിട്ടും ഓരോരോ പ്രതിഷ്ഠയും ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് അവർ അമ്പലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് ദശരഥ ഭവൻ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് ശ്രീ ദശരഥ ജി കാ ഇച്ഛാഭവൻ. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം. സീതാദേവി ഭക്ഷണം പാകം ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞ് മറ്റൊരു ആരാധനാലയം കൂടെ ഗൈഡ് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇവിടെ സീതാദേവിയുടെ ഒരു വിഗ്രഹത്തിനോട് ചേർന്ന് ഒരു ചപ്പാത്തി പലകയും കോലും നമുക്ക് കാണാം.
രാമജന്മഭൂമിക്ക് തൊട്ടടുത്ത് തന്നെ ഹനുമാന്റെ വലിയൊരു അമ്പലം കൂടിയുണ്ട്. തീർച്ചയായും അവിടെ പോകേണ്ടത് തന്നെയാണ്. അയോധ്യയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹനുമാൻ ഇവിടെ തന്നെ വസിക്കുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നതാണ് കനകഭവൻ. ശ്രീരാമൻ്റെ വിവാഹത്തിന് ശേഷം കൈകേയി സീതാദേവിക്ക് നൽകിയ സമ്മാനമാണ് ഈ കനകഭവൻ. ഇവിടുത്തെ പ്രവേശനം കാലത്ത് 8 മണി മുതൽ 11:30 വരെയും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയുമാണ്. जय सीताराम 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 जय सीताराम 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 जय सीताराम. ഇവിടെ സീതാദേവിയുടെ കാൽപാദങ്ങൾ എന്ന വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ നമസ്കരിക്കുന്നത്. അങ്ങനെ രാമജന്മഭൂമി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും ഭംഗിയോടും കൂടി ഒരിക്കൽ കൂടി ഇനി കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്.